am Nayana Narayanan and this is Sims Education Center Malappuram. We are going to deal with the paper, major paper 1, prose, the first chapter of Great Plays by Bacon. Introduction. Bacon, 1561 to 1626, was the younger son of Sir Nicholas Bacon, the Lord Keeper of the Great Seal under Queen Elizabeth I. He joined the Cambridge University but left it after 3 years. He studied law and became a bencher of Grace in 1596. He was ambitious by nature. He wanted to reach the topmost position by hook or crook. In 1613, he became Attorney General and he rose to be Lord Keeper of the Great Seal, and in 1618, he became Lord Chancellor. In 1621, he was accused of bribery and removed from power. After that, he retired from the public life and devoted to the pursuit of philosophy and literary activities until his death in 1626. അപ്പോൾ സർ നിക്കോളാസ് ബേക്കൺ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്നത് യങ്ങർ സൺ ഓഫ് സർ നിക്കോളാസ് ബേക്കൺ ആണ്. അദ്ദേഹം നിക്കോളാസ് ബൺ എന്ന് പറയുന്നത് ക്യൂൻ എലിസബത്തിൻ്റെ അണ്ടറിലുള്ള ലോർഡ് കീപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബേക്കൺ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തിരുന്നു. പിന്നീട് 3 വർഷത്തിന് ശേഷം അവിടുന്ന് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം ലോ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നിയമമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1596 ഗ്രേസ് ഇന്നിലെ ബെഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു സംഘടനയിലൊക്കെ ഉള്ള അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു മെമ്പർ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഗ്രേസ് ഇന്നിലെ ഒരു ബെഞ്ചറായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വളരെ അംബീഷ്യസ് ആയിരുന്നു. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ലക്ഷ്യങ്ങളുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഏത് വിധേനയും ഏറ്റവും ഉയർന്ന ഒരു പദവിയിലെത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. 1613 അദ്ദേഹം അറ്റോർണി ജനറലായി മാറി. പിന്നീട് ഗ്രേറ്റ് സീലിൻ്റെ ലോർഡ് കീപ്പറായി മാറി. അതിനുശേഷം 1618 അദ്ദേഹം ലോർഡ് ചാൻസലറായി മാറി. 1621 അദ്ദേഹത്തിന് എന്താ പറയുക, ഇങ്ങനെ കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു ഇതിൽ ഒരു പദവിയിലിരിക്കുന്ന സമയത്ത് കൈക്കൂലി വാങ്ങി എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ പദവി നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. അതിനുശേഷം ഇങ്ങനെ പബ്ലിക് ലൈഫിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ഫിലോസഫിയിലാണ് കൊടുത്തത്. പിന്നീട് 1626 അദ്ദേഹത്തിൻ്റെ മരണം. അതുവരെ അദ്ദേഹം ഈ ലിറ്റററി ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. Bacon wrote essays about 58 in number, and his essays reveal a wealth of common sense and practical wisdom. The essays are marked by brevity and precision, and the form essay was popularized by Bacon, and so he is rightly called the father of the essay in English. അപ്പോൾ 58ഓളം എസ്സേസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്സേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കോമൺ സെൻസും ഒരു പ്രാക്ടിക്കൽ വിസ്ഡം ഒക്കെ ഉള്ള രീതിയിലുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ എസ്സേസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്സേസ് എന്ന് പറയുന്നത് വളരെ കൃത്യതയോട് കൂടിയുള്ള ഇതായിരുന്നു. അപ്പോൾ ഈ എസ്സേ എന്നുള്ള ഫോം പോപ്പുലർ ആയത് അദ്ദേഹത്തിലൂടെയായിരുന്നു. അപ്പോൾ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഫാദർ ഓഫ് എസ്സേ ഇൻ ഇംഗ്ലീഷ് എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു എസ്സേയുടെ സമ്മറിയാണ് ഇവിടെ പറയുന്നത്. Every man aspires to reach the topmost position in life, but Bacon says that people at the top have no freedom at all. Power drives a man to exercise control over others, but he loses power himself. Once a man reaches the top, the fear that he may fall at any time is haunting him. Besides, he has to adopt foul device to keep himself at the top. There is a tendency among them that they cannot imagine themselves without power. The very idea of retirement or losing hold on power structure will unnerve them. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്, ജീവിതത്തിൽ ഒരു ഉയർന്ന പദവിയിൽ എത്തണം, നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ളവർക്കൊന്നും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്നാണ് ബേക്കൺ പറയുന്നത്. നമ്മൾക്കുള്ള പവർ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാനും കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ നമുക്കുള്ള ആ ഒരു ശക്തി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഉയർന്ന പദവിയിൽ എത്തുകയാണെങ്കിൽ അയാൾക്കൊരു പേടി ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ഉയർന്നൊരു പൊസിഷനിലാണ്, ഇനി പണ്ടത്തെ അതേ സിറ്റുവേഷനിലേക്ക് ഒരു താഴ്ന്ന പദവിയിലേക്ക് പോകുമോ എന്നുള്ള പേടി. അപ്പോൾ അത് നിലനിർത്താനായിട്ട് അദ്ദേഹം തെറ്റായിട്ടുള്ള
രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഒരു പവർ, ഒരു പദവിയിൽ അല്ലെങ്കിൽ ഒരു അധികാരം ഇല്ലാതെ ഉള്ള ജീവിതം അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു മീൻസ് അങ്ങനെയൊന്നും അവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ റിട്ടയർമെൻ്റ് എന്നുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ അധികാരം നഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. നമ്മളിപ്പം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് റിട്ടയർഡ് ആവുക വെച്ചാൽ നമുക്ക് പിന്നീട് ആ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മീൻസ് നമ്മുടെ പദവി, നമ്മുടെ സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ. അതെന്താണ്, അത് ഈ പവറിൽ ഇരുന്നേന്ന ഒരാൾക്ക് മീൻസ് റിട്ടയർമെൻറ്റ് എന്നുള്ളത് അയാളെ അസ്വസ്ഥനാക്കും എന്നാണ് പറയുന്നത്. The happiness of those powerful people depends upon the opinions of others. If good reports about them are circulated, they will be happy. In short, their happiness is all a matter of a public opinion. Next, the powerful people will be tempted to commit evils. It is better if they use their office to do some good to others. So Bacon suggests that the people at top should set an example. They should bear in mind that evil deeds committed by others and should be on guard against such evil deeds. Then the man occupying powerful position should act consistently. He should preserve his rights quietly. He should keep himself away from the affairs of the inferior persons. അപ്പം ഈ പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലാണ് ഇരിക്കുന്നത്. അവർക്ക് നല്ല അഭിപ്രായമാണ് ലഭിച്ചിരിക്കുന്നത്, അവരെക്കുറിച്ച് എല്ലാവരും നല്ലതാണ് പറയണമെന്നുണ്ടെങ്കിൽ അവരെന്താണ് ഹാപ്പിയാണ്, വളരെ സന്തോഷവാന്മാരാവും. അപ്പം എന്താണ് സന്തോഷം, അപ്പം ഇൻ ഷോർട്ട് ദെയർ ഹാപ്പിനെസ്. അപ്പം എന്താ പറയണ, സന്തോഷം എന്ന് പറയണത് എന്താണ്, ഒരാളെക്കുറിച്ചുള്ള പബ്ലിക്കിൻ്റെ ഒപ്പീനിയനാണ് സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ പറയണത് ഈ നല്ല പവർഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പം തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രവണത അവർക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ബെറ്റർ ദേ യൂസ് ദെയർ ഓഫീസ് ടു ഡു. അപ്പോൾ എന്താണ്, ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, അവർ നല്ല ആളുകൾക്ക് നന്മ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എന്താണ്, ഈ ഉയർന്ന പദവിയിലുള്ള ആളുകളൊക്കെ ഒരു എക്സാമ്പിൾ എടുക്കണം. എന്താണ്, അവർ മനസ്സിലൊരു കാര്യം കരുതണം, ഈവിളായിട്ടുള്ള പ്രവൃത്തികൾ, അങ്ങനെ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ അവർ ചെയ്യില്ല എന്നും, അതുപോലെ ഒരു പവർഫുൾ പൊസിഷനിൽ എത്തുന്ന ആൾ നല്ല രീതിയിൽ പെരുമാറണം എന്നും, അതുപോലെ തന്നെ അവരുടെ ശരികളെ അവർ പ്രിസർവ് ചെയ്യണം, അതിനെ കാത്തു സൂക്ഷിക്കണം, അവർ തെറ്റായ വഴിയിലേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അവർ അകലം പാലിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. The vices of authority are delay, corruption, roughness and facility. The person in high place should not delay in taking action. He must maintain punctuality and should do one work at one time. Secondly, he should not accept bribes. To avoid corruption, he should not employ confidential servants. Thirdly, he should avoid roughness of behavior while dealing with subordinates. He should exhibit a polite attitude and his tone of order should not be biting. Lastly, the man in the higher place should be swayed by any request which will not allow him to function independently. If a man follows the above suggestions, he will earn a good name. അപ്പോൾ ഈ അതോറിറ്റിയുടെ ദുശീലങ്ങളെന്നൊക്കെ പറയണത് ഇങ്ങനെ ഡിലേ, താമസം, ഒരു കാര്യം ചെയ്യാനുള്ള കാലതാമസം, പിന്നെന്താ കറപ്ഷൻ, അഴിമതി, അതുപോലെ തന്നെ റഫ്നെസ്, ഇങ്ങനെ പരുഷമായിട്ടുള്ള ബിഹേവിയർ, ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ഹയർ പ്ലേസിലുള്ള ആൾ ഒരു ആക്ഷൻ എടുക്കാൻ ഡിലേ കാണിക്കരുത്. അതുപോലെ തന്നെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം, കൃത്യനിഷ്ഠ കീപ്പ് ചെയ്യണം, ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു വർക്ക് ചെയ്യുക. അങ്ങനെ രണ്ടാമതായിട്ട് ഇങ്ങനെ കൈക്കൂലി വാങ്ങാൻ പാടില്ല. പിന്നെന്താണ്, അഴിമതി കാണിക്കാനായിട്ട് ടു അവോയ്ഡ് കറപ്ഷൻ ഹി ഷുഡ് നോട്ട് എംപ്ലോയ് കോൺഫിഡൻഷ്യൽ സെർവൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സെർവൻസിനെ നിർത്താൻ പാടില്ല, മീൻസ് അഴിമതി ഇല്ലാതാക്കാനായിട്ട്. മൂന്നാമതായിട്ട് അയാളിങ്ങനെ പരുഷമായിട്ടുള്ള വാക്കുകളും ബിഹേവിയറും ഉണ്ടാവരുത് അവരുടെ സബോർഡിനേറ്റ്സുമായിട്ട്, കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് ഇങ്ങനെ എന്താ പറയുക റഫായിട്ട് പെരുമാറാൻ പാടില്ല.
അപ്പോൾ എല്ലാവരോടും വളരെ പൊളൈറ്റായിട്ട് വളരെ ശാന്തമായ രീതിയിൽ വേണം പെരുമാറാനായിട്ട്. അതുപോലെ തന്നെ ഹയർ പ്ലേസിലുള്ള ഒരാൾ എന്താ പറയുക, ഇങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലൊന്നും ആടി ഒലയാൻ പാടില്ല. അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. മീൻസ് അഭിപ്രായത്തിൽ ചാഞ്ചാട്ടുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീൻസ് ഈ ഒരു സജഷൻസൊക്കെ കീപ്പ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് സൽപ്പേര് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഉയർന്ന പൊസിഷനിൽ എത്തിയിട്ട് ആ പദവിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്താ പറയുക, കറപ്ഷൻ ഒഴിവാക്കണം, റഫ്നെസ് ഇതൊക്കെ ഒഴിവാക്കണം. എന്താണ്, നല്ല പൊളൈറ്റ് ആയിട്ടിരിക്കണം, നല്ല രീതിയിൽ ആളുകളോട് പെരുമാറണം. അപ്പം എന്തൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ വെച്ചാൽ നല്ലൊരു പേര് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. വാട്ട് അഡ്വൈസ് ഡസ് ബേക്കൺ ഗിവ് ടു മെൻ ഇൻ ഹൈ പൊസിഷൻസ് റിഗാർഡിംഗ് ദർ ആറ്റിറ്റ്യൂഡ്, ദെയർ പ്രിഡിസസേഴ്സ് ആൻഡ് സക്സസേഴ്സ്? അപ്പോൾ എന്തൊരു ഉപദേശമാണ് ബേക്കണിന് ഉയർന്ന പദവിയിലുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ളത്? അവരുടെ മുൻഗാമികളുടെ, പ്രിഡിസസർ എന്ന് പറഞ്ഞാൽ മുൻഗാമി, സക്സസർ എന്ന് പറഞ്ഞാൽ പിൻഗാമികളുടെ അടുത്ത് കൊടുക്കാനുള്ള ഒരു ഇതെന്താണ്? The person occupying high position should study the examples of those who had achieved greatness and fame. They should also study about those who had brought dishonor to their office. The purpose of such study is to safeguard oneself from those forces which had brought down great people. Next, the person in the high places should reform himself modestly. They should set good examples for their successors. അപ്പോൾ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകൾ എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റഡി ദ എക്സാമ്പിൾസ് ഓഫ് ദോസ് ഹു ഹാഡ് അച്ചീവ്ഡ്. അപ്പം ഗ്രേറ്റ്നെസ്സും ഫെയിമും അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളെ കുറിച്ചൊരു പഠനം നടത്തണം. പിന്നെന്താണ്, ഒരു ഓഫീസിൽ എന്താ പറയുക, അപമാനം കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ മനസ്സിലാക്കണം. അപ്പം ഒരാളെ എന്താ പറയുക, നല്ല രീതിയിൽ means forces oneself from the forces which are brought down great people. അപ്പം എന്താ, ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളെ താഴേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ അവർ എന്താണ്, വളരെ ഒരു നല്ല രീതിയിൽ വേണം പുനഃസംഘടനയൊക്കെ നടത്താനെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, അവരുടെ പിൻഗാമികൾക്ക് ഒരു നല്ല ഉദാഹരണമായിരിക്കണം ഇവരെന്ന് പറയുന്നുണ്ട്. വാട്ട് ആർ ബേക്കൺസ് റിമാർക്സ് ഓൺ കറപ്ഷൻ? അപ്പോൾ അഴിമതിനെ കുറിച്ചിട്ട് അദ്ദേഹം എന്താണ് ഈ ഒരു എസ്സേയിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു ബേക്കൺ, കറപ്ഷൻ ഈസ് വൺ ഓഫ് ദ വൈസസ് ഓഫ് അതോറിറ്റി. ഹി സേസ് people occupying high position should not indulge in corruption. They should not accept bribes. He should not change his decision frequently. If he do so, he should declare it openly. Besides, they should not employ confidential servants. അപ്പോൾ ബേക്കൺ പറയണ വെച്ചാൽ ഈ ഒരു നമ്മുടെ അതോറിറ്റിയുടെ ഏറ്റവും വലിയ ദുശീലാണ് കറപ്ഷൻ എന്ന് പറയണത്. അപ്പോൾ ഉയർന്ന പദവിയിലുള്ള ആളുകൾ എന്താണ്, അഴിമതിയിൽ ഉൾപ്പെടരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവരൊരിക്കലും കൈക്കൂലി വാങ്ങരുത്. അവർ തീരുമാനങ്ങൾ പെട്ടെന്ന് മാറ്റാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സെർവൻസിനൊന്നും എംപ്ലോയ് ചെയ്യരുത്, ജോലി നൽകരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. Bacon's aphorisms. Aphorisms are short pithy maxims. For example, he says, men in great places are servants to the sovereigns, fame and business. He also says that those who seek power and fame lose their liberty. Rise to power is a laborious process, but the fall will be greater. By using such aphorism, Bacon defines his subject clearly. Aphorism എന്ന് പറയുന്നത് നമ്മൾ പഴഞ്ചൊല്ല് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, അഫോറിസം എന്ന് പറയുന്നത് ഒരു വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു പ്രമാണ സിദ്ധാന്തമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയണത്. അപ്പം എന്താ വെച്ചാൽ ഹീ സേസ് മെൻ ഇൻ ഗ്രേറ്റ് പ്ലേസസ് ആർ സെർവൻസ് ടു ദ സോവറൈൻസ്. അപ്പം ഈ പരമാധികാരിയുടെ സെർവൻസ് ആയിരിക്കും ഉയർന്ന പദവിയിലുള്ള ആളുകൾ എന്ന് പറയണത്. അതുപോലെ തന്നെ ഒരാൾ ഉയർന്ന പദവിയിലോ എത്തുകയാണ്, ഫേമസ് ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെയാവും എന്ന് പറയാണ്.
അപ്പോൾ ഈ ഉയർച്ചയിലേക്ക് എത്തുകയാണ് ഒരു ലബോറിയസ് പ്രോസസ്സാണ്. അപ്പം ആ പദവിയിൽ നിന്ന് താഴെ പോകുന്നത് വലിയൊരു നഷ്ടമായിരിക്കും. ബട്ട് സച്ച് അഫോറിസം ബേക്കൺ ഡിഫൈൻസ് ഹിസ് സബ്ജക്റ്റ് ബൈ യൂസിങ്. അപ്പോൾ ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം നമ്മുടെ സബ്ജക്റ്റ് ക്ലിയർ ആക്കുകയാണ്. അപ്പം എന്താ പറയണത് വെച്ചാൽ ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ഒരാൾക്ക് സ്വാതന്ത്ര്യം കുറവായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. മീൻസ് നമ്മൾ ആ ഉയർന്ന പദവി, ഇപ്പം നമ്മളൊരു താഴെക്കിടയിലുള്ള ആൾ ഉയർന്നൊരു പദവിയിലേക്ക് എത്തുമ്പോൾ എന്താ പറയുക, ആ പദവിയിൽ തന്നെ നിലനിന്ന് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും. അതാണ് അദ്ദേഹം ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഈ ഒരു എസ്സേ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതാണ് സർ റോജർ അറ്റ് ദ തിയേറ്റർ ബൈ അഡിസൺ. Richard Steele, 1672 to 1729, was born in Dublin in the same year as Addison. He was educated at Charterhouse School in London, where he met Addison. Their friendship developed into an intimacy at Oxford and later blossomed into a fruitful literary collaboration. Joseph Addison, 1672 to 1719, distinguished himself as a classical scholar. അപ്പോൾ റിച്ചാർഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ജനിച്ചിരിക്കുന്നത് 1672 കാലഘട്ടത്തിലാണ്. അദ്ദേഹം മരിക്കുന്നത് 1729. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഡുബ്ലിനിലാണ്. അഡിസൺ ജനിച്ച അതേ വർഷം തന്നെ. അദ്ദേഹം ചാർട്ടർ ഹൗസ് സ്കൂൾ ലണ്ടനിൽ നിന്നാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം അഡിസനെ പരിചയപ്പെടുന്നത്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഡെവലപ്ഡായി. അവർക്ക് ഒരു ഓക്സ്ഫോർഡിനോടൊരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു. പിന്നീട് അവർക്കിടയിൽ ഒരു നല്ല ഫലവത്തായിട്ടുള്ള ഒരു ലിറ്റററി കൊളാബറേഷൻ ഉണ്ടായിട്ടുണ്ട്. ജോസഫ് അഡിസൺ എന്താ പറയുക, ഒരു ക്ലാസിക്കൽ സ്കോളർ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് 1672 തന്നെയാണ്. അദ്ദേഹം മരിച്ചത് 1719. When Steele started the Tatler, Addison contributed papers to the magazine. The object of the Tatler was to talk pleasantly and wittily about anything and everything. They started another periodical, The Spectator, in 1711. സ്റ്റീല് ടാറ്റ്ലർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അഡിസൺ പേപ്പേഴ്സ് മാഗസിനിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഒബ്ജക്റ്റ് ഓഫ് ടാറ്റ്ലർ വാസ് ടു ടോക്ക് പ്ലസൻ്റ്ലി വിറ്റിലി അബൌട്ട് എനിത്തിങ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഈ ടാറ്റ്ലറിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ സംസാരിക്കുക, പ്ലസൻ്റായിട്ട് സംസാരിക്കുക, കോമിക്കായിട്ട് ഹ്യൂമറസ് ആയിട്ട് സംസാരിക്കുക, എന്തിനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും. ദേ സ്റ്റാർട്ടഡ് അനദർ പീരിയോഡിക്കൽ ദ സ്പെക്ടേറ്റർ ഇൻ 1711. പിന്നീട് അവർ മറ്റൊരു പീരിയോഡിക്കൽ തുടങ്ങി, അതാണ് ദ സ്പെക്ടേറ്റർ. അത് 1711. The Spectator Club members occupy an important place in most of the essays. അപ്പോൾ ഈ സ്പെക്ടേറ്റർ ക്ലബിലെ മെമ്പേഴ്സിന് എല്ലാ എസ്സേസിലും ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. The members of the club are Sir Roger D. Coverley, Captain Sentry, Will Honeycomb, സർ ആൻഡ്രൂ ഫ്രീപോർട്ട് ആൻഡ് മിസ്റ്റർ സ്പെക്ടേറ്റർ. അപ്പോൾ ഈ ക്ലബിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സർ റോജർ ഡി കവർലി, ക്യാപ്റ്റൻ സെൻട്രി, വിൽ ഹണികോം, സർ ആൻഡ്രൂ ഫ്രീപോർട്ട് ആൻഡ് മിസ്റ്റർ സ്പെക്ടേറ്റർ. The characters grouped under the club represent considerable classes or sections of the community and as a rule men of strongly marked opinions, prejudices and foibles which furnish inexhaustible. അപ്പം ഈ ക്യാരക്ടേഴ്സിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക, ഇങ്ങനെ പല സെക്ഷനിൽ നിന്നുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളിൽ ആണ്. അപ്പോൾ ആസ് ദ റൂൾ മെൻ ഓഫ് സ്ട്രോങ്ലി മാർക്ഡ് ഒപ്പീനിയൻസ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, പ്രെജുഡൈസസ്, മുൻവിധി, ബലഹീനത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്താ പറയുക, അത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത സാധനങ്ങളാണ്. മാറ്റർ ഓഫ് കമൻറ്റ് ടു ദ സ്പെക്ടേറ്റർ ഹിംസെൽഫ് ഹു ഡെലിവേഴ്സ് ദ ജഡ്ജ്മെൻറ്റ്സ് ഓഫ് റീസൺ ആൻഡ് കോമൺ സെൻസ്. അപ്പം ഇവിടെ പറയണത് എന്താ വെച്ചാൽ, ഇതൊക്കെ ഇവരുടെ ഒരു മാറ്റർ ഓഫ് കമൻ്റ് ആണ്. അപ്പോൾ ഈ കാണികൾ എന്താണ്, ഓരോ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുന്നതിന് ഒരു റീസണും കോമൺ സെൻസും ഉണ്ടാവണം എന്നൊക്കെയാണ് പറയുന്നത്.
who delivers the judgments of reason and common sense. എന്താ ഈ റീസണേയും കോമൺ സെൻസിനെയും കുറിച്ചിട്ട് അവർ ജഡ്ജ്മെൻറ്റ് നടത്തുകയാണ്. സർ റോജർ ഡി കവർലി with his simplicity, his high sense of honor and his old world reminiscences reflects the country gentleman of the best kind. അപ്പോൾ സർ റോജർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി കൊണ്ടും ആദരവ് കൊണ്ടും എന്താണ് ഇങ്ങനെ എന്താ പറയുക ഒരു ഓർമ്മപ്പെടുത്തലാണ് ചെയ്യുന്നത്. മീൻസ് കൺട്രിയിലെ ജെൻറ്റിൽമാൻസിലെ ഒരു അങ്ങനെ ഒരു എന്താ അതിനെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ട്. പിന്നെ സർ ആൻഡ്രൂ ഫ്രീപോർട്ട് എക്സ്പ്രസസ് ദ ഒപ്പീനിയൻസ് ഓഫ് എൻ്റർപ്രൈസിങ് ഹാർഡ് ഹെഡഡ് ആൻഡ് റൈറ്റ് ഹാർഡ് ഹേർട്ടഡ് മണീഡ് ഇൻട്രസ്റ്റ്. അപ്പം സർ ആൻഡ്രൂ ഫ്രീപോർട്ട് പറയണത് എന്താണ് ഇങ്ങനെ സംരംഭകരെ കുറിച്ചും ബുദ്ധി വളർച്ചയുള്ളവർ സ്ഥിരതയുള്ളവരും കുറിച്ചും പണത്തിനോട് താല്പര്യമുള്ളവരെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ക്യാപ്റ്റൻ സെൻട്രി സ്പീക്സ് ഓഫ് ദ ആർമി. Will Honeycomb, the elderly man of fashion, gives the spectator many opportunities for criticizing the traditions of morality and breeding. അപ്പോൾ ക്യാപ്റ്റൻ സെൻട്രി എന്താണ് ആർമീനെ കുറിച്ചാണ് പറയുന്നത്. ഹണികോം എന്ന് പറയുന്നത് ഒരു എൽഡർലി മാനാണ്. അദ്ദേഹം എന്താണ് സ്പെക്ടേറ്ററിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ക്രിറ്റിസിസമൊക്കെ പറയുന്നുണ്ട്. എന്തിന് ട്രഡീഷൻ ഓഫ് മൊറാലിറ്റി ആൻഡ് ബ്രീഡിങ്ങിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻസ് പറയുന്നുണ്ട്. In this essay, Addison addresses himself to humanity as a whole. He says that the aim of essays is to enliven morality with wit and to temper with the morality. It was said that he brought philosophy out of closets and libraries, schools and colleges to dwell in clubs and assemblies, at teachables and tea tables and coffee houses. It was Addison who gave importance to women because he felt they played an important role in the education of their children. Regarding the style of the essays, Dr. Johnson's comment is worth quoting. Whoever wishes to attain an English style, familiar but not coarse and elegant but not ostentatious, must give his days and nights to the volumes of Addison. അപ്പോൾ ഈ ഒരു എസ്സേയിൽ പറയണത് അഡിസൺ എന്താ ഇങ്ങനെ ഹ്യൂമാനിറ്റീസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ എസ്സേസിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താ പറയുക നശ്വരതയെ ജീവിപ്പിക്കുക എന്താ ഹ്യൂമറിലൂടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫിലോസഫീനെ എന്താ ഇങ്ങനെയുള്ള മീൻസ് ക്ലോസറ്റ്സ് അലമാരയിൽ നിന്നും ലൈബ്രറിയിൽ നിന്നൊക്കെ അദ്ദേഹം പുറത്തു കൊണ്ട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ അദ്ദേഹം പുറത്തു കൊണ്ടുണ്ട്. അപ്പം എന്തിന് ഇങ്ങനെ ക്ലബ്സിലും അസംബ്ലീസിലും ടീ ടേബിൾസിലും കോഫി ഹൗസസിലും ഒക്കെ ഇങ്ങനെ ഉള്ളൊരു ചർച്ചാ വിഷയമായിട്ട് അദ്ദേഹം ഫിലോസഫീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ എസ്സേയുടെ സ്റ്റൈലിനെ കുറിച്ച് ഡോക്ടർ ജോൺസൺ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ആരൊക്കെ ഇംഗ്ലീഷ് സ്റ്റൈല് അറ്റൈൻ ചെയ്യാൻ വിഷ് ചെയ്യുന്നുണ്ടോ അവർ ഇങ്ങനെ എന്താ പറയുക പരുക്കനല്ല ഗംഭീരമായ ആഡംബരപൂർണമായിട്ടുള്ള രാത്രിയും പകലുമാണ് അഡിസൻ്റെ വോളിയത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ പറയുന്നത്. സർ റോജർ ആൻഡ് മിസ്റ്റർ സ്പെക്ടേറ്റർ വെൻ ടു സീ ദ ന്യൂ ട്രാജഡി. അപ്പം അവർ റോജറും സ്പെക്ടേറ്ററും കൂടെ ന്യൂ ട്രാജഡി ആയിട്ടുള്ള ദ ഡിസ്ട്രസ്ഡ് മദർ കാണാനായിട്ട് പോയി. അപ്പോൾ സർ റോജർ സെർവൻസ് accompanied them on this way to their theatre because they thought that some dissolute young man might attack them. അപ്പോൾ ഈ ഡിസ്ട്രസ്ഡ് മദർ കാണാൻ പോയപ്പോൾ സർ റോജറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സെർവൻസ് ഉണ്ടായിരുന്നു. കാരണം തിയേറ്ററിൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരെ ആക്രമിക്കുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. Sir Roger and his men reached the theatre without any problem. They took their seats in the pit where fashionable people were seated. Captain Sentry and Mr. Spectator sat on the side of the night. Sir Roger stood up when the play was about to begin and watched the audience for a while. He expected the audience to prepare themselves for a tragedy such as ഡിസ്ട്രസ്ഡ് മദർ. അപ്പോൾ സർ റോജറും അദ്ദേഹത്തിൻ്റെ ആളുകളും എന്താണ് അവിടെ ഒരു കുഴപ്പമില്ലാതെ എത്തി. അപ്പോൾ ഈ ഫാഷനബിൾ ആയിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെയാണ് അവർ ഇരുന്നേന്ന്. ക്യാപ്റ്റൻ സെൻട്രിയും മിസ്റ്റർ സ്പെക്ടേറ്ററും എന്താണ് നൈറ്റിൻ്റെ അടുത്താണ് ഇരുന്നിരുന്നത്. അപ്പം റോജർ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ
ഡ്രാമ തുടങ്ങുന്നതിന് മുന്നേ നോക്കിയിട്ട് എന്താ പറയുക അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ട്രാജഡി കാണാനായിട്ട് എല്ലാ കാണികളും റെഡിയായോ എന്നുള്ള മീൻസ് ഡിസ്ട്രസ്ഡ് മദർ എന്നുള്ള ട്രാജഡി കാണാൻ അവരൊക്കെ റെഡിയായോ എന്നുള്ളതാണ് അദ്ദേഹം വീക്ഷിച്ചുകൊണ്ടിരുന്നത്. When Pyrrhus entered, Sir Roger felt happy because he walked like the French emperor. At the close of every scene, he wondered how the play would end. He expressed his concern about the main characters. When he saw Andromach's obstinate refusal to her lover Pyrrhus, he was reminded about the widow who had ruined his own life. At the close of the third act, during the interval, Sir Roger asked whether the play was according to the so-called rules of the drama. അപ്പോൾ പൈറസ് എൻട്രി ചെയ്തപ്പോൾ സർ റോജറിന് വളരെ സന്തോഷമായി. അദ്ദേഹത്തിന് നടത്തം കണ്ട ഒരു ഫ്രഞ്ച് എംപററിൻ്റെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സീനും കാണുമ്പോൾ അദ്ദേഹം വിചാരിക്കും ഈ പ്ലേ എങ്ങനെ അവസാനിക്കും എന്ന് വിചാരിക്കും. അദ്ദേഹത്തിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോമാക്റ്റിൻ്റെ ആ ഒരു ഒബ്സ്റ്റിനേറ്റ് ബിഹേവിയർ, അങ്ങനെ ഭയങ്കര എല്ലാം അങ്ങനെ ശാഠ്യമുള്ള ആ ഒരു വിസമ്മതത്തോടു കൂടിയുള്ള ബിഹേവിയർ, അത് മീൻസ് എന്താണ് അദ്ദേഹത്തിൻ്റെ ലവറായിട്ടുള്ള പൈറസിനോട് ഒരു താല്പര്യമില്ലായ്മ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ തന്നെ ലൈഫ് എന്താ പറയുക റൂയിൻ ചെയ്ത വിഡോനെയാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ആക്ടിൻ്റെ സമയത്ത് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ ഡ്രാമയുടെ റൂൾസിനനുസരിച്ചിട്ടാണോ ഈ ഒരു ഡ്രാമ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ബിസൈഡ്സ് ഹി റേസ് ദ ഡൗട്ട് വെദർ ദ ആക്ടേഴ്സ് ഷുഡ് ഓൾവേസ് ടു ബി അണ്ടർസ്റ്റുഡ്. അപ്പം ഈ ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ നൈറ്റിൻ്റെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ മിസ്റ്റർ സ്പെക്ടേറ്റർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. When the fourth act began, Sir Roger wanted to see Hector's ghost because he held that every tragedy should have a ghost. Then when he saw his page boy, he took him for Astyanax, where Hermione went to Pyrrhus in menacing way. The audience gave a loud clap and Sir Roger commented, "On my word, a notable young baggage," which means the Hermione was an immoral woman because of her treatment of Pyrrhus. When the audience praised the players and their respective parts, Sir Rogers was all praise for Pylades for his warm friendship with Orestes. At that, a few wags sat close to the knight. Captain Sentry thought that they would make fun of the knight, and so he engaged him in a long conversation. The knight was very attentive to description of Orestes about the death of Pyrrhus, and he called the death a bloody piece of work. He was glad that it was not done upon the stage. Sir Roger finally left the theatre fully satisfied with the play. Mr. Spectator gathered into his lodging. He felt happy that the old man was pleased with the play. അപ്പോൾ നാലാമത്തെ ആക്ട് തുടങ്ങിയ സമയത്ത് സർ റോജറിന് ഹെക്ടറിൻ്റെ പ്രേതത്തിനെ കാണാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ട്രാജഡിയിലും ഓരോ പ്രേതങ്ങൾ വേണം എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പേജ് ബോയിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അസ്റ്റേനാക്സിനെയാണ് ഓർമ്മ വന്നത്. അസ്റ്റേനാക്സ് എന്ന് പറയണത് എന്താ പറയുക, ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരു എന്താ പറയുക ആളാണ്. ഹെക്ടറിൻ്റെ സണ്ണാണ് അദ്ദേഹം. അപ്പം when Hermione went to Pyrrhus in a menacing way, the audience gave a loud clap. അപ്പം എന്താ ഹെർമിയോൺ പൈറസിൻ്റെ അടുത്ത് ചെന്നപ്പം ഓഡിയൻസൊക്കെ എന്താണ് ഒരു ക്ലാപ്പ് കൊടുത്തു. അതിന് സർ റോജർ കമൻറ്റ് ചെയ്തത് ഓൺ മൈ വേർഡ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു യങ് ബാഗേജ്. അപ്പോൾ ഹെർമിയോൺസിനെ ഒരു എന്താ പറയുക ഇമ്മോറൽ വിമനായിട്ടാണ് പറഞ്ഞത്. അവളുടെ പൈറസിനോടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ നിന്നാണ്. ഇമ്മോറൽ എന്ന് പറയുമ്പോൾ ഒരു ദുർമാർഗിയായിട്ടുള്ളൊരു സ്ത്രീ എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ എന്താ പ്ലേയേഴ്സിനെയൊക്കെ ഓഡിയൻസ് ഇങ്ങനെ പ്രൈസ് ചെയ്തപ്പോൾ എന്താ പറയുക സർ റോജേഴ്സ് അങ്ങനെ പെലേഡ്സിനെയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഓറസ്റ്റസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ പ്രൈസ് ചെയ്ത് പറയുന്നുണ്ട് സർ റോജർ.
പിന്നീട് കുറച്ച് എന്താ പറയുക ഇങ്ങനെ വിദൂഷകന്മാരൊക്കെ വന്നു നൈറ്റിൻ്റെ അടുത്ത്. അപ്പോൾ ക്യാപ്റ്റൻ സെൻട്രി എന്താണ് മനസ്സിലായി നൈറ്റിൻ്റെ അടുത്ത് എന്തോ ഫണ്ണ് ക്രിയേറ്റ് ചെയ്യാനാണ് അവർ വന്നത്. അപ്പോൾ എന്ത് ചെയ്തു, അവർ പെട്ടെന്ന് ഒരുപാട് നേരത്തെ കോൺവെർസേഷനിൽ ഏർപ്പെട്ടു. അപ്പോൾ നൈറ്റ് എന്താ പറയുക ഈ ഓറസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ എന്താ പറയുക ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ പൈറസിൻ്റെ ഡെത്ത്. അപ്പോൾ ആ ഒരു ഡെത്തിന് അദ്ദേഹം പറയണത് ഒരു ബ്ലഡി പീസ് ഓഫ് വർക്ക് എന്നാണ് പൈറസിൻ്റെ ഡെത്തിനെ പറയണത്. അപ്പോൾ അതങ്ങനെ സ്റ്റേജിൽ വെച്ചിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സമാധാനം ഉണ്ടായിരുന്നു, സന്തോഷവാനായിരുന്നു അദ്ദേഹം. പിന്നീട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഈ ഒരു പ്ലേ അവസാനിക്കുമ്പോൾ സർ റോജർ പോണത്. അപ്പോൾ ഈ ലോഡ്ജിങ്ങിൽ അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം വരെ സ്പെക്ടേറ്ററും അദ്ദേഹത്തിനെ ഗാർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്, കാരണം ഈ ഒരു പ്രായമായ മനുഷ്യന് ആ ഒരു പ്ലേ കണ്ടിട്ട് വളരെ സന്തോഷമായി എന്നുള്ളതുകൊണ്ട്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ സർ റോജേഴ്സ് നാച്ചുറൽ ക്രിറ്റിസിസം. Once Sir Roger went to the theatre accompanied by his friends. They witnessed the play The Distressed Mother by Andrew Phillips, which was an adaptation of the French play Andromaque by Jean Racine. When the house was full, the candles were lighted. Then Sir Roger stood up to view the whole audience whether they were in a mood to witness a tragedy. At the end of the third act, when there was an interval, Sir Roger wanted to know whether the play was according to the rules of the drama. He also expressed his doubt as to whether the characters in a tragedy should always talk to be understood. He had hoped that the drama being a tragedy, a ghost should make it's in the play. അപ്പം സർ റോജർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തിയേറ്ററിൽ പോയി. അവിടെ അദ്ദേഹം ഡിസ്ട്രസ് മദർ എന്നുള്ള പ്ലേ കണ്ടു. അത് ആൻഡ്രൂ ഫിലിപ്സിൻ്റെയാണ്. അതൊരു ഫ്രഞ്ച് പ്ലേ ആയിട്ടുള്ള ആൻഡ്രോമാക്ക്. അത് ചെയ്തിട്ടുള്ളത് ജീൻ റാസിനാണ്. അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു ഈ ഡിസ്ട്രസ്ഡ് മദർ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഫുൾ ആളുകളായിരുന്നു, ക്യാൻഡിൽസൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ മൊത്തം ഓഡിയൻസിനെ കാണും, അവരൊക്കെ ഈ ഒരു ട്രാജഡി കാണാനായിട്ട് തയ്യാറാണോ എന്ന് അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിച്ചു. അതിനുശേഷം തേർഡ് ആക്ടിന് ശേഷം ഈ പ്ലേ നടക്കുന്നത് ഡ്രാമയുടെ റൂൾസിനനുസരിച്ചാണോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാജഡിയിലുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഈ ഡ്രാമ ട്രാജഡി ആവണം, അപ്പോൾ അങ്ങനെയുള്ള ഡ്രാമയിലൊക്കെ ഗോസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ സർ റോജർ വാസ് ബ്രോട്ട് ടു ദ തിയേറ്റർ ബൈ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ടേക്കൺ ഹോം ആഫ്റ്റർ ദ പ്ലേ. സർ റോജർ വെൻറ്റ് ടു തിയേറ്റർ ടു സീ ദ ന്യൂ ട്രാജഡി ഫിലിപ്സ് ദ ഡിസ്ട്രസ്ഡ് മദർ. അപ്പോൾ റോജറിനെ എങ്ങനെയാണ് തിയേറ്ററിലേക്ക് കൊണ്ടുവന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ, എങ്ങനെയാണ് അദ്ദേഹം പ്ലേ കഴിഞ്ഞ് പോയതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തിയേറ്ററിൽ വന്നത് ന്യൂ ട്രാജഡി അറിയണത് ഡിസ്ട്രസ്ഡ് മദർ എന്നുള്ള ആ ഒരു ട്രാജഡി കാണാനായിട്ട് അദ്ദേഹം തിയേറ്ററിലേക്ക് പോകുന്നത്. He was escorted by his servants who were armed with swords because he feared that a group of Mohawks would attack him. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് സെർവൻസ് ഉണ്ടായിരുന്നു, കത്തിയൊക്കെ വാളൊക്കെ ആയിട്ട്. കാരണം അദ്ദേഹത്തിനെ മോഹോക്സ് അറ്റാക്ക് ചെയ്യുമെന്ന് പേടിയായിരുന്നു. അപ്പോൾ ഇനി മോഹോക്സ് എന്താണെന്ന് പറഞ്ഞാൽ മോഹോക്സ് were aristocratic ruffians who infested the streets of London and robbed men and molested women. അപ്പോൾ മോഹോക്സ് എന്ന് പറയണത് ഒരു കൂട്ടം മീൻസ് ചട്ടമ്പികളാണ് അവിടുത്തെ. അപ്പോൾ അവരെന്താണ് ഇങ്ങനെ ലണ്ടനിലെ സ്ട്രീറ്റിലൊക്കെ കാണും, അവരിങ്ങനെ പണം തട്ടിയെടുക്കുകയും ചെയ്യും, അതുപോലെ സ്ത്രീകളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. When the play was about to come to end, some wags who sat near him and leaned towards him to hear Sir Roger's comments, but Captain Sentry, who was seated close to Sir Roger, saved him. അപ്പോൾ ആ സമയത്താണ് കുറച്ച് എന്താ പറയുക വിദൂഷകന്മാർ അവിടെ എത്തിയത് ഈ റോജേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹം എന്താ പറയണമെന്ന് അറിയാനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് മീൻസ് റോജേഴ്സിൻ്റെ കമൻറ്റൊക്കെ കേൾക്കാൻ, പക്ഷേ ക്യാപ്റ്റൻ സെൻട്രി അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് അദ്ദേഹത്തിനെ സേവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദീസ് 2 chapters. താങ്ക് യു.